ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മിനി പിസയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാൻ ഉള്ളിലത്തെ കുരുവിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം ചെറിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം, അതിൻ്റെയും കുരു കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വേവിച്ചെടുത്തിട്ടുള്ള കോണാണ്. അപ്പോൾ കോണും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന മയോണൈസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നതും എഗ്ഗ് ചേർക്കാതെ ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ മയോണൈസ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള ബ്രെഡാണ് എടുക്കേണ്ടത്. ബ്രെഡ് പിസയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ബ്രെഡ് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് എടുത്ത് അത് ഒരു റോളർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല ഫ്രഷ് ബ്രെഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവർ മിക്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. മൈദയിൽ ഒരു ലേശം ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കലക്കിയിട്ടുള്ള ആ ഒരു മിക്സ് വെച്ചിട്ട് ഇതുപോലെ ആ പരത്തിയെടുത്ത ബ്രെഡിൻ്റെ 4 ഭാഗത്തും നമ്മളൊന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവർ മിക്സ് ആ ബ്രെഡിൻ്റെ 4 സൈഡിലും ചെറുതായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലവർ മിക്സ് നമ്മൾ ആ 4 ഭാഗത്തും 4 സൈഡിലും പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡിൻ്റെ കോണുകൾ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു ഫ്ലവർ മിക്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒട്ടിയിരിക്കും. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ 4 കോണുകളും നമുക്കിതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഒരു സ്ക്വയർ ബോക്സ് പോലെ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, 4 ഭാഗവും നമ്മൾ ആ 4 കോണും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ ശരിക്കും ഒരു സ്ക്വയർ ബോക്സ് പോലെ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ. കിട്ടിയത് കണ്ടില്ലേ. ഇനി ഇതിനുള്ളിലാണ് നമ്മുടെ ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ആ ഫില്ലിങ്ങൊക്കെ അതിൽ നിറച്ച് കൊടുക്കാൻ പാകത്തിന് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് വിടുകയും ചെയ്യാം. അപ്പോൾ അതിന് അത്രയധികം നമുക്ക് അതിലൊന്ന് ഫുള്ളാക്കിയിട്ട് നിറച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കാണാൻ ഒരു ഭംഗിക്കും അതുപോലെ ഒരു വെറൈറ്റി ലുക്കിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡിൻ്റെ സ്ലൈസുകളും നമുക്ക് ആ ഫ്ലവർ മിക്സ് സൈഡിൽ പുരട്ടി 4 കോണുകളും ഇതുപോലെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല കേട്ടോ ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട്. കാരണം നമ്മൾ എപ്പോഴും ബ്രെഡ് സ്ലൈസിന് മുകളിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ലുക്കാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അതിനുശേഷം ആ ഒരു ബോക്സിൻ്റെ ഉൾഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോയും അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഫില്ലിങ് അതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ആ ഒരു ബ്രെഡ് ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഞാൻ നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡുകളിലും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ 4 ബ്രെഡ് സ്ലൈസും ഞാൻ ഇതുപോലെ ബോക്സ് ആക്കി എടുത്ത് ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒറിഗാനോ ഒക്കെ വരുമ്പോഴാണ് നല്ല ഒരു പിസ്സയുടെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ആ ഒരു ലുക്കൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ എരിവൊക്കെ ഉണ്ടാവും. കാരണം അല്ലാതെ വേറെ എരിവിന് നമ്മളൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയ ഒരു എരിവുള്ളത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പിസ്സയിലൊക്കെ ഇടുന്ന മൊസറല്ല ചീസ് നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമ്മളിതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ പുഴുങ്ങിയ മുട്ട നമ്മൾ ചെറിയതായിട്ട് ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം.
കണ്ടില്ലേ, ഇതുപോലെ ഒത്തിരി വലിയ പീസുകളല്ല, ഇതുപോലെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്തെടുത്തേക്കാണ്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ആ മൊസറല്ല ചീസിന് മുകളിലായിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഒരു വെറൈറ്റി ലുക്കാണ്. നമുക്കിപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായാലും ഒക്കെ നല്ല അടിപൊളിയാണ്. അവർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതി തോന്നുന്ന രീതിയിലുള്ള ഒരു പിസ്സയാണ് കേട്ടോ ഇത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും കൂടിയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പിസ്സ ബോക്സ്, നമ്മുടെ ബ്രെഡ് ബോക്സും അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമ്മളതിന് മുകളിലിട്ടുള്ള ആ ചീസ് ഉണ്ടല്ലോ അതൊന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അടി കരിഞ്ഞ് പോകാതെ നോക്കണം കേട്ടോ. മൂടി വെച്ച് അടച്ചു. ഒരു 2-3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും 3 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ചൂടിലിരുന്നിട്ട് നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഓരോരുത്തരെയും ആ സ്റ്റവിൻ്റെ ചൂടിനനുസരിച്ചും പാത്രത്തിൻ്റെ ആ ഒരു കട്ടിക്കനുസരിച്ചിട്ടൊക്കെ അതിൽ വ്യത്യാസവും വരാം. ചിലപ്പോൾ ഒത്തിരി കട്ടിയുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ എടുക്കാം. അത് നമ്മൾ വെക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പീസ് ഇവിടെ റെഡിയായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.